ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജി കെ മാജിക്കിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അനേകം ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിന്നൊരു പുതിയ ഭാഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ചധികം ദേശീയ നേതാക്കന്മാരെ കുറിച്ചും നവോത്ഥാന നായകന്മാരെ കുറിച്ചും പഠിക്കാം. അപ്പൊ ഇന്ന് ഞാൻ സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടുമിക്ക എക്സാമ്പിൾ സ്ഥിരമായിട്ട് വരുന്നൊരു ഭാഗമാണ് നവോത്ഥാനം, അതേപോലെ തന്നെ ദേശീയ നേതാക്കന്മാരൊക്കെ. വിവേകാനന്ദൻ അല്ലെ, നമ്മുടെ കേരളത്തിലുണ്ട് ഒരുപാട് ആൾക്കാർ. നമുക്ക് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇനി നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? വിവേകാനന്ദ സ്വാമികളാണ്. ഒരു ക്ലാസ് അല്ല, ഒരു എന്താ പറയുക, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറഞ്ഞാൽ തീരാത്തത്രയും കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിനെ പറ്റി. പക്ഷെ PSC പരീക്ഷയിൽ പരീക്ഷയ്ക്ക് വരുന്ന ചില കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. കേട്ടിട്ടുണ്ടോ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച്? നരേന്ദ്രനാഥ ദത്ത എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ജനിച്ചത് കൊൽക്കത്തയിലെ ബേലൂർ. എവിടെ ജനിച്ചത്? അതുകൊണ്ടാണ് നാം അദ്ദേഹത്തെ ബേലൂരിലെ സന്യാസി. എന്താ യഥാർത്ഥ നാമം? നരേന്ദ്രനാഥ ദത്ത. പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്ര മോദി. ഇത് നരേന്ദ്രനാഥ ദത്ത അല്ലെ. ജനനം ബേലൂർ, കൊൽക്കത്തയിലെ സ്ഥലമാണ് ബേലൂർ. നാം അദ്ദേഹത്തെ വിളിക്കുന്നത് ബേലൂരിലെ സന്യാസി. ജനിച്ചത് 1863, സമാധി 1902. നിങ്ങൾ ആലോചിക്കുക, എത്ര വർഷം വരെ ജീവിച്ചു? കേവലം 39 വർഷം വരെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അത് PSC എക്സാം ചോദിച്ചിട്ടുണ്ടോ? വിവേകാനന്ദ സ്വാമികൾ എത്രാം വയസ്സിലാണ് സമാധി ചെയ്ത്? 39-ാം വയസ്സിൽ അല്ലെ. സാധാരണ വ്യക്തി 390 വർഷം ജീവിച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഇമേജ് കേവലം 39 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ വ്യക്തി. ഇന്ത്യക്ക് ഒരു സംസ്കാരമുണ്ട്, പൈതൃകമുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും പവിത്രമാണെന്ന് ലോകത്തെ പറഞ്ഞു പഠിപ്പിച്ച മഹാന്മാരിൽ മഹാന്റെ പേരാണ് വിവേകാനന്ദ സ്വാമികൾ അല്ലെ. അദ്ദേഹം 39-ാം വയസ്സിൽ സമാധിയെ. അദ്ദേഹത്തിന് ജനിച്ച വർഷം ഓർക്കരുത്, 863. ബർത്ത്ഡേ ആണ് ജനുവരി മാസത്തിലെ 12. വിവേകാനന്ദ സ്വാമിയുടെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഭയങ്കര സ്മാർട്ടാണ്, യങ്ങാണ്, യൂത്താണ്. യങ്സ്റ്റേഴ്സിന് ഹാപ്പിയാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ജന്മദിനമായ ജനുവരി 12 നാഷണൽ യങ്സ്റ്റേഴ്സ് ഡേ, ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി 12. മറന്നു പോകരുത് കേട്ടോ. എന്താണ് ദേശീയ യുവജന ദിനം? ജനുവരി 12. ആരുടെ ജന്മദിനം? വിവേകാനന്ദ സ്വാമിയുടെ ജന്മദിനം. അദ്ദേഹത്തിന്റെ സമാധിയാണ് ജൂലൈ 4. നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. ഒരു മലയാള സിനിമയുടെ പേരാണ് ജൂലൈ 4. വിവേകാനന്ദ സ്വാമിയുടെ സമാധിയുടെ ദിവസമാണ് ജൂലൈ 4. ഒരു മലയാള മൂവിയുടെ പേരാണ് ജൂലൈ 4. ഓർത്താൽ മതി. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകന്നു നിൽക്കുന്ന ദിവസമാണ് ജൂലൈ 4. അങ്ങനെ പ്രത്യേകത ഉണ്ട് ജൂലൈ 4 കേട്ടോ. സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അകന്നു നിൽക്കുന്ന ജൂലൈ 4. അപ്പം നാഷണൽ യങ്സ്റ്റേഴ്സ് ഡേ. അപ്പൊ 863, 902. ജനനം ബേലൂർ. അപ്പൊ എന്തൊക്കെയാ ഞാൻ പറഞ്ഞ? ബേലൂരിലെ സന്യാസി. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പോയ കാര്യം നമുക്ക് പറയാം. ചിക്കാഗോയിലെ സന്യാസി, ദേശസ്നേഹിയായ സന്യാസി, പാട്രിയോട്ടിക് സെയിന്റ്, ദേശസ്നേഹിയായ സന്യാസി. അമേരിക്കൻ ജനത വിളിക്കുന്നത് ചക്രവാത സദൃശനായ ഹിന്ദു, സൈക്ലോണിക് ഹിന്ദു. ചക്രവാത സദൃശനായ ഹിന്ദു. നമ്മുടെ എന്താ പറയാ, സുഭാഷ് ചന്ദ്രബോസ് വിളിച്ചത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ പിതാവ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ പിതാവ്, സ്പിരിച്വൽ ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ് എന്ന് വിളിച്ചതാരാ? സുഭാഷ് ചന്ദ്രബോസ്. എന്തൊക്കെയാ വിളിക്കുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ പേര്? യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ദത്ത, കുട്ടിക്കാല നാമം നരേൻ. ചിക്കാഗോയിലെ സന്യാസി, ബേലൂരിലെ സന്യാസി, ദേശസ്നേഹിയായ സന്യാസി, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചു. അമേരിക്കൻ ജനത വിളിക്കുന്നത് സൈക്ലോണിക് ഹിന്ദു, ചക്രവാത സദൃശനായ ഹിന്ദു എന്നാണ് അമേരിക്കക്കാർ വിശേഷിപ്പിക്കുന്നത്. 1892 വിവേകാനന്ദ സ്വാമികൾ ആദ്യമായി കേരളത്തിൽ വരുന്നത്. വിവേകാനന്ദ സ്വാമികൾ കേരളത്തിലേക്ക് വന്ന വർഷം ഏതാ? 1892 അല്ലെ. ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയതൊക്കെ ഉണ്ട്. ഞാൻ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് ഇച്ചിരി ഡീപ്പായിട്ട് പറഞ്ഞുതരാം. 1892 Here I met a real man at Malabar. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. വിവേകാനന്ദ സ്വാമികൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്.
അപ്പൊ ഇവർ കണ്ടുമുട്ടിയ വർഷം ചോദിക്കും 892 കേരള സന്ദർശനം വിവേകാനന്ദന്റെ അല്ലെ. അതേപോലെ 893 സെപ്റ്റംബർ മാസം 14 വിവേകാനന്ദൻ ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പോയത്. ആ ഡേറ്റ് അടക്കം ചോദിക്കും പരീക്ഷയ്ക്ക്. സെപ്റ്റംബർ 11 893 സെപ്റ്റംബർ 11 എവിടെ പോയി? ചിക്കാഗോയിൽ പോയി സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു കേട്ടോ. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹത്തെയാണ് നാം ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? സെയിന്റ് ഓഫ് ദക്ഷിണേശ്വര. ദക്ഷിണേശ്വരത്തെ സന്യാസി ആരാ? ശ്രീരാമകൃഷ്ണ പരമഹംസർ അല്ലെ, വിവേകാനന്ദന്റെ ഗുരു. പരമഹംസരുടെ യഥാർത്ഥ നാമമാണ് ഗദ്ദാധർ ചാറ്റർജി. എന്താ വിളിക്കുന്നത്? ഗദ്ദാധർ ചാറ്റർജി. വിവേകാനന്ദന്റെ ഗുരു ആരാ? ശ്രീരാമകൃഷ്ണ പരമഹംസർ. പരമഹംസരുടെ യഥാർത്ഥ നാമം എന്താ? ഗദ്ദാധർ ചാറ്റർജി. പരമഹംസരെ വിളിക്കുന്ന എന്താ? ദക്ഷിണേശ്വരത്തെ സന്യാസി. വിവേകാനന്ദൻ കേരളത്തിൽ വന്ന വർഷം 92. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം 93. ഡേറ്റ് എന്നാ? സെപ്റ്റംബർ 11 അല്ലെ. സർവമത സമ്മേളനമാണ്. അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരങ്ങളെ എന്ന ഈ പ്രസംഗം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. അമേരിക്കൻ ജനത വിവേകാനന്ദനെ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ അമേരിക്കയിലുടനീളം പ്രചരിപ്പിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. അങ്ങനെ വിവേകാനന്ദ അമേരിക്കയിൽ ശാന്തി ആശ്രമവും വേദാന്ത സൊസൈറ്റിയും ആരംഭിച്ചു. എന്തൊക്കെയാ? ശാന്തി ആശ്രമവും വേദാന്ത സൊസൈറ്റിയും. അമേരിക്ക എന്തൊക്കെ ആരംഭിച്ചു? ശാന്തി ആശ്രമവും വേദാന്ത സൊസൈറ്റിയും. സ്വാമി വിവേകാനന്ദൽ ആകൃഷ്ടയായ ഐറിഷ് വനിതയാണ് മാർഗരറ്റ് എലിസബത്ത് നോബിൾ. അവർ വിവേകാനന്ദനൊപ്പം പോന്നു. എന്താ പേര്? മാർഗരറ്റ് എലിസബത്ത് നോബിൾ. സിസ്റ്റർ നിവേദിത എന്ന പേരിൽ അവർ അറിയപ്പെടുന്നു. അപ്പോ വിവേകാനന്ദന്റെ ഐറിഷ് ശിഷ്യയുടെ പേരാണ് സിസ്റ്റർ നിവേദിത. എവിടുത്തുകാരിയാ? അയർലൻഡുകാരിയാണ്. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം എന്താ? മാർഗരറ്റ് എലിസബത്ത് നോബിൾ അല്ലെ. ഇതിൽ ഏതെങ്കിലും എലിസബത്ത് എന്നുള്ള ഭാഗമെങ്കിൽ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നത് നോബിൾ അല്ലെ. മാർഗരറ്റ് എലിസബത്ത് നോബിൾ, അയർലൻഡുകാരി അല്ലെ. സ്വാമി വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യന്റെ പേരാണ് ശരത് ചന്ദ്ര ഗുപ്ത. ശരത്തിന് ഓർത്താൽ മതി, അപ്പുറത്തെ വീട്ടിലെ ഏതെങ്കിലും ഒരു ശരത്തിന് ഓർത്തോ. ഓക്കെ. വിവേകാനന്ദ ആദ്യ ശിഷ്യന്റെ പേരെന്താ? ശരത്തേട്ടൻ. ശരത് ചന്ദ്ര ഗുപ്ത. എന്താ? ശരത് ചന്ദ്ര ഗുപ്ത. അയർലൻഡുകാരി ശിഷ്യയുടെ പേരെന്താ? സിസ്റ്റർ നിവേദിത. നിവേദിതയുടെ യഥാർത്ഥ നാമം എന്താ? മാർഗരറ്റ് എലിസബത്ത് നോബിൾ. സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യനാണ് സുബ്രഹ്മണ്യ ഭാരതി. ആരാ? സുബ്രഹ്മണ്യ ഭാരതി. ഓടി വിളയാട് പാപ്പ എന്ന കവിത എഴുതിയ തമിഴ് കവിയാണ് സുബ്രഹ്മണ്യ ഭാരതി. എന്താ കവിത? ഓടി വിളയാട് പാപ്പ. ആന ചവിട്ടിക്കൊന്ന തമിഴ് കവിയാണ് ആര്? സുബ്രഹ്മണ്യ ഭാരതി. എങ്ങനെയാ മരിക്കുന്നത്? ആന ചവിട്ടിക്കൊന്ന തമിഴ് കവിയുടെ പേരെന്താ? സുബ്രഹ്മണ്യ ഭാരതി. ഓടി വിളയാട് പാപ്പ എന്ന കവിത എഴുതിയാരാ? സുബ്രഹ്മണ്യ ഭാരതിയുടെ ഗുരുവാരാ? സിസ്റ്റർ നിവേദിത അല്ലെ. അപ്പൊ ചിക്കാഗോയിൽ പോയ വർഷം 93. ഞാൻ 893 ഇടയ്ക്ക് ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. 1893 വിവേകാനന്ദൻ ചിക്കാഗോയിൽ പോയ വർഷം. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലേക്ക് ആദ്യമായി പോയ വർഷം. നമ്മുടെ ആനി ബസന്റ് ഇന്ത്യയിലേക്ക് വന്ന വർഷം. ഈ പറഞ്ഞ നമ്മുടെ അയ്യങ്കാളി കേരളത്തിൽ വില്ലുവണ്ടി സമരം അല്ലെങ്കിൽ വില്ലുവണ്ടി മാർച്ച് നടത്തിയ വർഷം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ 897 തന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ദർശനങ്ങൾ പ്രചരിപ്പിക്കാൻ ഇദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചു. ഈ വിവേകാനന്ദ സ്വാമിയും പരമഹംസരും കൂടെ കൂടിക്കാഴ്ച വളരെ വിചിത്രമാണ്. ഈ ഞാൻ പറഞ്ഞു കുട്ടിക്കാലത്ത് നരേൻ അങ്ങേയറ്റം ഡൗട്ടി ആയിട്ടുള്ള പേഴ്സണാലിറ്റി, എപ്പോഴും സംശയങ്ങൾ ചോദിക്കുന്ന വ്യക്തിത്വം. ഒരു യാത്രാവേളയിൽ തികച്ചും വിജനമായ ഒരു സ്ഥലം, ഒരു ക്ഷേത്രം. അവിടേക്ക് ആരും പോക്കില്ല, കാരണം ഒരു ഭ്രാന്തൻ അവിടെയുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് സധൈര്യം കയറി ചെന്നു കുട്ടി നരേൻ. അദ്ദേഹത്തിനുള്ളിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. അത്തരത്തിലൊരു ചോദ്യമായിരുന്നു, ഈശ്വരൻ എന്നാൽ എന്താണ്?
ദൈവം എന്നാൽ എന്താണ്? സോ അവിടെ ആ ക്ഷേത്രത്തിലേക്ക് കയറിച്ചെന്ന് ആ ഭ്രാന്തനെ മുഖത്ത് നോക്കി ചോദിച്ചു, എന്താണ് ദൈവം? ഭ്രാന്തൻ ഓടി വന്ന് തന്റെ കരങ്ങളെടുത്ത് ആ കുട്ടി നരയന്റെ തലയിൽ സ്പർശിച്ചു. ഇങ്ങനെ സ്പർശിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ്, എന്താ പറയാ, നമ്മളെങ്ങനെ സ്പർശിക്കുന്നെങ്കിൽ ഒന്നുകിൽ നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ ഗുരുക്കന്മാർ, ഇവരൊക്കെ ആയിരിക്കും. ഈ സ്പർശനത്തിന് ഒരൊറ്റ ഫീലിംഗ് ഉള്ളൂ, സ്നേഹം, അനുഗ്രഹം, വാത്സല്യം, അല്ലേ? സോ ഇവിടെ ഈശ്വരൻ എന്ന വാക്കിനെ ഇദ്ദേഹം അനുഭവിച്ച ആൻസർ ആണ് സ്നേഹമാണ്, അനുഗ്രഹമാണ്, വാത്സല്യമാണ്. അപ്പോൾ തന്നെ അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചു, എന്താണ് ഈശ്വര സേവ? എന്താണ് ഈശ്വര സേവ? മറുപടി കിട്ടി, മാനവ സേവയാണ് മാധവ സേവ. എന്താ പറഞ്ഞത്? മാനവ സേവയാണ് മാധവ സേവ, മനുഷ്യ സേവ തന്നെയാണ് ഈശ്വര സേവ. വിവേകാനന്ദ എന്ത് ചെയ്തു? അഭ്രാന്തനെ തന്റെ ഗുരുവായി അംഗീകരിച്ചു. മഹാനായ ശ്രീരാമകൃഷ്ണ പരമഹംസരായിരുന്നു അത്. പിന്നീട് തന്റെ ജീവിതത്തിലുടനീളം വിവേകാനന്ദൻ പ്രചരിപ്പിച്ചൊരു ആശയമാണ് മാനവ സേവയാണ് മാധവ സേവ. അതിനുവേണ്ടി അദ്ദേഹം 1897 ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചു. എന്താരംഭിച്ചു? ശ്രീരാമകൃഷ്ണ മിഷൻ. അത് അദ്ദേഹത്തിന്റെ ജന്മനാടായ കൊൽക്കത്തയിലെ ബേലൂരിലാണ് ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്. ശ്രീരാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യമാണ് ആത്മമോക്ഷം ജഗത് ഹിതായ ഛ. എന്താണ്? ആത്മമോക്ഷം ജഗത് ഹിതായ ഛ. എന്താണ് അർത്ഥം? ആത്മമോക്ഷം ജഗത്തിന് ഹിതം വരുന്ന രീതിയിൽ, അല്ലെ? ആത്മമോക്ഷം ജഗത് ഹിതായ ഛ. എന്തിന്റെ ആപ്തവാക്യ? ശ്രീരാമകൃഷ്ണ മിഷൻ. ശ്രീരാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗത്തെയാണ് ശാരദാ മഠം എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ശാരദാ മഠം. ശ്രീരാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗത്തെ എന്താ വിളിക്കുക? ശാരദാ മഠം എന്നാണ് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്വാമി വിവേകാനന്ദനെ ഏറെ സ്വാധീനിച്ച വാക്കുകളാണ് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തി വരാൻ. കഠോപനിഷത്തിൽ നിന്നും എടുത്തു. എന്താ ഉപനിഷത്തിന്റെ പേര്? കഠോപനിഷത്ത്. എന്താ വാക്കുകൾ? ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തി വരാൻ. ഏതാ ഉപനിഷത്ത്? കഠോപനിഷത്ത്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തി വരാൻ. വിവേകാനന്ദനെ ഏറെ സ്വാധീനിച്ച വാചകമാണ് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തി വരാൻ. ഉപനിഷത്ത്, കഠോപനിഷത്ത്. അങ്ങനെ വിവേകാനന്ദൻ ഈ പറഞ്ഞ ചിക്കാഗോ സർവമത സമ്മേളനത്തിന് പോയ വർഷം 1893 സെപ്റ്റംബർ 11 അമേരിക്കയിൽ ശാന്തിയാശ്രമവും വേദാന്ത സൊസൈറ്റിയും ആരംഭിച്ചു. അതേപോലെ തന്നെ 1899 വീണ്ടും അമേരിക്കയിൽ പോയി. വിവേകാനന്ദന്റെ രണ്ടാം അമേരിക്കൻ സന്ദർശനം 1899. ആദ്യം 893 4 വർഷങ്ങൾക്ക് ശേഷം 97 രണ്ടാം അമേരിക്കൻ സന്ദർശനം. തൊട്ടടുത്ത വർഷം 1900 പാരീസ് സർവമത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തു, അല്ലെ? ചിക്കാഗോ സമ്മേളനം 893, പാരീസ് 1900. ഇതിൽ പ്രധാനപ്പെട്ട 3-4 വർഷങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. 892 ഓർക്കണം, കേരള സന്ദർശനം. വെരി നെക്സ്റ്റ് ഇയർ 93 ചിക്കാഗോ സന്ദർശനം. 4 വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമകൃഷ്ണ മിഷൻ 97. 99 രണ്ടാം അമേരിക്കൻ സന്ദർശനം. 900 പാരീസ് സർവമത സമ്മേളനത്തിൽ, അല്ലെ? പാരീസ് സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആര്? സ്വാമി വിവേകാനന്ദൻ. പിന്നെ ഒരു ചോദ്യം പറയാം. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ വിവേകാനന്ദനൊപ്പം പങ്കെടുത്ത മലയാളി ആരാ? നമ്മുടെ രാജാ രവിവർമ്മ. ആരാണ്? ചിക്കാഗോ സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദനൊപ്പം പങ്കെടുത്ത മലയാളി ആരാ? രാജാ രവിവർമ്മ. കേരള വിവേകാനന്ദൻ എന്ന് വിളിക്കുന്ന ആരെയാ? ആഗമാനന്ദ സ്വാമികൾ. ആരാണ്? ആഗമാനന്ദ സ്വാമി, അല്ലെ? വിവേകാനന്ദൻ, ആഗമാനന്ദൻ. ആഗമാനന്ദൻ, വിവേകാനന്ദൻ. കേരള വിവേകാനന്ദൻ ആരാ? ആഗമാനന്ദ സ്വാമികൾ. അതേപോലെ തന്നെ പ്രബുദ്ധ ഭാരത്, ഉദ്ബോധൻ എന്നീ പബ്ലിക്കേഷൻസ് ആരംഭിച്ചത് വിവേകാനന്ദൻ. എന്താ പബ്ലിക്കേഷൻ പേര്? പ്രബുദ്ധ ഭാരത്, ഉദ്ബോധൻ. പറയൂ, പ്രബുദ്ധ ഭാരത്, ഉദ്ബോധൻ. വിവേകാനന്ദന്റെ പബ്ലിക്കേഷന്റെ പേര് പറഞ്ഞു പഠിക്കണം. പ്രബുദ്ധ ഭാരത്, ഉദ്ബോധൻ. അദ്ദേഹത്തിന്റെ കൃതികളാണ് മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഡെസ്റ്റിനി. എന്താണ് അർത്ഥം? മാൻ, അല്ലെ? നമ്മൾ തന്നെയാണ്
ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ വിധി, നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത് നമ്മൾ തന്നെയാണ് അല്ലെ. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഡെസ്റ്റിനി. ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. എന്താ? ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. കർമ്മയോഗ, ധർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗ, ജ്ഞാനയോഗ. പറ, കുറെ യോഗങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ പഠിച്ചാ പോരെ. കർമ്മ, ധർമ്മ, ഭക്തി, രാജ, ജ്ഞാന. ഇത് പറഞ്ഞു പഠിക്കുക. കർമ്മ, ധർമ്മ, ഭക്തി, രാജ, ജ്ഞാന. കിട്ടിയ? കർമ്മ, ധർമ്മ, ഭക്തി, രാജ, ജ്ഞാന. ഇനി അങ്ങ് യോഗം ചേർക്കൂ. കർമ്മയോഗ, ധർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗ, ജ്ഞാനയോഗ എന്നീ കൃതികളുടെ കർത്താവ് ആരാ? വിവേകാനന്ദൻ. എന്നാ വിവേകാനന്ദന്റെ ബർത്ത്ഡേ ജനുവരി 12. ജനിച്ചത് 863 അല്ലേ. 2013 അദ്ദേഹത്തിന് 150 വയസ്സായില്ലേ. അദ്ദേഹത്തിന്റെ 150ാം ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് 2013 ഇന്ത്യൻ റെയിൽവേ തുടങ്ങിയ ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. എന്താ ട്രെയിനിന്റെ പേര്? വിവേക് എക്സ്പ്രസ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ദീർഘദൂരം സർവീസ് ചെയ്യുന്ന കന്യാകുമാരി മുതൽ ദീപ്രഘട്ട് വരെയുള്ള വിവേക് എക്സ്പ്രസ്. ഏറ്റവും ദീർഘദൂര സർവീസ് ചെയ്യുന്ന ട്രെയിനിന്റെ പേരെന്താ? വിവേക് എക്സ്പ്രസ്. എവിടെ മുതൽ എവിടം വരെ? കന്യാകുമാരി മുതൽ ദീപ്രഘട്ട് വരെ അല്ലെ. അതേ വിവേകാനന്ദന്റെ 150ാം ജന്മദിനത്തിന് അനുബന്ധിച്ച് തുടങ്ങിയ ട്രെയിനാണ് വിവേക് എക്സ്പ്രസ് അല്ലെ. അപ്പൊ ഇത്രയാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച്. ഇത്രയൊന്നും അല്ല, ഒരുപാടുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. ഓൾറെഡി വീഡിയോ കുറച്ച് ലെങ്തി ആണ്, കാരണം ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സോ നോക്കാം, ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ക്ലാസ് നിർത്താം. സ്വാമി വിവേകാനന്ദൻ 862 ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനം. സമാധി ജൂലൈ 4. നമ്മളെ ദിലീപേട്ടന്റെ മൂവിയുടെ പേരൊത്ത ജൂലൈ 4 അല്ലെ. ജന്മസ്ഥലം ബേലൂർ, കൊൽക്കത്തയിലെ ബേലൂർ. യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത, കുട്ടിക്കാൽ നാമം നരേൻ. ബേലൂരിലെ സന്യാസി, ചിക്കാഗോയിലെ സന്യാസി, ദേശസ്നേഹിയായ സന്യാസി, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ പിതാവ്, ചക്രവാത സദൃശനായ ഹിന്ദു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ആരാ? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. അതേപോലെ തന്നെ സൈക്ലോണിക് ഹിന്ദു അഥവാ ചക്രവാത സദൃശനായ ഹിന്ദു എന്ന് വിളിച്ചത് ആരാ? അമേരിക്കൻ ജനത. വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമം എന്താ? ഗദാധർ ചാറ്റർജി. എന്താ? ഗദാധർ ചാറ്റർജി. എന്താ ചാറ്റർജി പറഞ്ഞത്? മാനവ സേവയാണ് മാധവ സേവ. എന്താ പറഞ്ഞേ? മാനവ സേവയാണ് മാധവ സേവ. ഗദാധർ ചാറ്റർജിയാണ് ദക്ഷിണേശ്വരത്തെ സന്യാസി. എന്താ വിളിക്കുക പരമഹംസരെ? സെയിന്റ് ഓഫ് ദക്ഷിണേശ്വര, ദക്ഷിണേശ്വരത്തെ സന്യാസി. വിവേകാനന്ദന്റെ ആദ്യത്തെ ശിഷ്യന്റെ പേരെന്താ? നമ്മളെ ശരത്തണ്ണനെ മറക്കുവോ? ശരത് ചന്ദ്ര ഗുപ്ത. എന്താ? ശരത് ചന്ദ്ര ഗുപ്ത. വിവേകാനന്ദന്റെ ആകൃഷ്ടയായി ഒരു ഐറിഷ് വനിത ഇങ്ങ് പോകുന്നില്ലേ? ആരായിരുന്നു? സിസ്റ്റർ നിവേദിത. എന്താ നിവേദിതയുടെ യഥാർത്ഥ പേര്? മാർഗരറ്റ് എലിസബത്ത് നോബിൾ. പേരിന്റെ 3 ഭാഗത്തിൽ ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാലും മതി. മാർഗരറ്റ് എലിസബത്ത് നോബിൾ അല്ലെ. സിസ്റ്റർ നിവേദിക്ക് ഒരു ഫേമസ് ശിഷ്യൻ ഇന്ത്യയിലില്ലായിരുന്നു. ആരായിരുന്നത്? സുബ്രഹ്മണ്യ ഭാരതി. ആരാ? സുബ്രഹ്മണ്യ ഭാരതി. ഓടി വിളയാട് പാപ്പ എന്ന കവിത എഴുതിയ വ്യക്തിയാണ് ആര്? സുബ്രഹ്മണ്യ ഭാരതിയുടെ ഫേമസ് സോങ് ആണ് ഓടി വിളയാട് പാപ്പ. ഇത് കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. ആന ചവിട്ടിക്കൊന്ന തമിഴ് കവിയാണ് ആര്? സുബ്രഹ്മണ്യ ഭാരതി. ആന ചവിട്ടിയാണ് സുബ്രഹ്മണ്യ ഭാരതി മരിച്ചതെന്ന പ്രത്യേകതയുണ്ട്. അതേപോലെ തന്നെ ശ്രീരാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യമാണ് ആത്മമോക്ഷം ജഗത് ഹിതായ ഛ അല്ലെ. ഏറെ സ്വാധീനിച്ച വാക്കുകളാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാൻ. അത് കഠോപനിഷത്തിൽ നിന്നും എടുത്തു. പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ. പബ്ലിക്കേഷൻസ് ഏതൊക്കെയാ? പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഡെസ്റ്റിനി, ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, കർമ്മയോഗ, ധർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗ, ജ്ഞാനയോഗ എന്നീ കൃതികൾ എഴുതി അല്ലെ. 2013 വിവേകാനന്ദന്റെ 150ാം ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. ഏറ്റവും ദീർഘദൂര സർവീസ് ട്രെയിനിന്റെ പേരാണ് വിവേക് എക്സ്പ്രസ് അല്ലെ. കേരളത്തിലെ വിവേകാനന്ദനാണ് ആഗമാനന്ദ സ്വാമി. വിവേകാനന്ദൻ ആഗമാനന്ദൻ അല്ലെ. പിന്നെ 892 നമ്മുടെ കേരള സന്ദർശനം. നമ്മുടെ ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയ എറണാകുളത്ത് വെച്ച്. Here I met a real man at മലബാർ. മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. കേരളത്തെ ജനറലൈസ് ചെയ്ത അദ്ദേഹം മലബാർ എന്ന് വിളിച്ചത്.
ചട്ടമ്പിസ്വാമിയെ ഇങ്ങനെ പറഞ്ഞു. 1893 സെപ്റ്റംബർ മാസം 14 ചിക്കാഗോയിൽ പോയി. ചിക്കാഗോ സമ്മേളനത്തിൽ വിവേകാനന്ദ ഒപ്പം പങ്കെടുത്ത മലയാളിയാണ് നമ്മുടെ രാജ രവിവർമ്മ. ചിക്കാഗോയിൽ പ്രസംഗം എങ്ങനെ ആരംഭിച്ചത്? അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് ആരംഭിച്ചാണ് പ്രസംഗം ആരംഭിക്കുന്നത് അല്ലെ. 1893 രണ്ടാം അമേരിക്കൻ സന്ദർശനം. 97 ശ്രീരാമകൃഷ്ണ മിഷൻ. ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ബേലൂർ, കൊൽക്കത്തയിലെ ബേലൂർ. ശ്രീരാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം ശാരദാ മഠം. എന്താ? ശാരദാ മഠം. 900 പാരീസ് സർവമത സമ്മേളനം. ഇത്രയാണ് വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് പഠിക്കാനുള്ളത്. മനസ്സിലായില്ലേ? കുറെ തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കുക, ഒപ്പം തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള റാങ്ക് ഫയലും കൂടി യൂട്ടിലൈസ് ചെയ്യാം. എന്നിട്ട് അതും കൂടെ വായിച്ചു നോക്കുക. ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് നമുക്ക് മനസ്സിൽ, കാരണം നമ്മുടെ മൈൻഡിലേക്ക് സ്റ്റോർ ചെയ്യാൻ കുറച്ച് ഇല്ലേ. ഒന്ന് കാഴ്ച, ഇതുപോലത്തെ സംഭവങ്ങൾ കണ്ടു പഠിക്കാം, അല്ലെങ്കിൽ കേട്ട് പഠിക്കാം, അല്ലെങ്കിൽ വായിച്ചു പഠിക്കാം. ഇത് മൂന്നും കൂടി ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. ഉറപ്പായിട്ട് നമ്മൾ പഠിക്കും, ഉറപ്പായിട്ട് നമ്മൾ മറന്നു പോകത്തില്ല. എല്ലാ എക്സാമുകളും, ഇപ്പൊ ടെക്നിക്കൽ എക്സാമിൽ പോലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമല്ല ഇത്. സോ ബൈ ഹാർട്ട് ചെയ്യാം, ഒരുപാട് വഴികൾ നമുക്കുണ്ട്. സോ എന്താണെങ്കിലും ഇന്നത്തെ ക്ലാസ് പയ്യെ അവസാനിപ്പിക്കാൻ പോവാണ്. ബൈ, ടേക്ക് കെയർ.